പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പലിശ എന്ന വിഷയത്തിലൂന്നി ഒരു 3 സ്പീച്ച് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ സുധീർ. വളരെ ഗൗരവത്തോടെയാണ് പലിശ വ്യവസ്ഥയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം മൊത്തത്തിലും നമ്മളെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം 278-279 വാക്യങ്ങൾ വിശ്വസിച്ചവരെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, വിശ്വാസികളെ, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ പലിശയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടാൻ അവശേഷിക്കുന്നത് നിങ്ങൾ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾ അപ്രകാരം ചെയ്യുന്നില്ല എങ്കിൽ അള്ളാഹുവിങ്കിൽ നിന്നും അവൻ്റെ ദൂതനിൽ നിന്നുള്ള യുദ്ധപ്രഖ്യാപനത്തെ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അഥവാ എത്രമാത്രം ശക്തമായ ഭാഷയിലാണ് വിശുദ്ധ ഖുർആൻ ഈ പലിശ വ്യവസ്ഥയെ എതിർക്കുന്നതെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക കാഴ്ചപ്പാട് എന്ന് പറയുന്നത് പരസ്പരം സഹകരണത്തിലൂന്നിയതാണ്. അഥവാ മാനുഷികമായിട്ടുള്ള പരിഗണനകൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സാമ്പത്തിക മേഖലയെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇവിടെ പലിശ അധിഷ്ഠിതമായ സാമ്പത്തിക വ്യവസ്ഥ എന്ന് പറയുന്നത് അത് ചൂഷണത്തിലൂന്നിയതാണ്. അതിവിടെ പാവപ്പെട്ട ആളുകൾ കൂടുതൽ ചൂഷണം ചെയ്യപ്പെട്ട് അതിൽ നിന്നും മുതലെടുത്തുകൊണ്ട് പണക്കാരനാവുന്ന ഒരു സാമ്പത്തിക രീതിയാണ് ഇവിടെ നടക്കുന്നത്. അതുപോലെ ഇത് സാമൂഹികമായിട്ടുള്ള ഒരു വിപത്താണ്. അധ്വാനമില്ലാതെ പണം നേടിയെടുക്കുന്ന മുതലാളി കൂടുതൽ മുതലാളിയാകുന്ന ഒരു സംവിധാനമാണിത്. ഇവിടെ അധ്വാനമില്ല. അതുപോലെ തന്നെ പണക്കാരൻ തൻ്റെ കൂടുതൽ പ്രയാസത്തിലേക്ക്, അതുപോലെ കടക്കണിയിലേക്ക്, ആത്മഹത്യ മുനമ്പിലേക്കും ഒക്കെ ആയിത്തീരുന്ന ഒരു രീതിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഒരു വചനത്തിലൂടെ മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ പ്രകാരം കാണാൻ, പലിശ തിന്നുന്നവനും അത് തീറ്റുന്നവനും, അഥവാ പലിശ കൊടുക്കുന്നവനും പലിശ വാങ്ങുന്നവനും അത് എഴുതി വെക്കുന്നവനും അതുപോലെ അതിന് സാക്ഷി നിൽക്കുന്നവരെയൊക്കെ അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിൽ പ്രകാരം പലിശയുടെ ഏറ്റവും ചെറിയ രൂപം എന്ന് പറയുന്നത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് അത്രമാത്രം ശിക്ഷയുണ്ടോ അതിന് അത്രമാത്രം ശിക്ഷയ്ക്ക് തുല്യമാണ് ഏറ്റവും പലിശയുടെ ചെറിയ രൂപം എന്ന് പറയുന്നത് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഈ പലിശ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ മിതവ്യയം ശീലിക്കുക, അനാവശ്യ ആഡംബര ആവശ്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട്, അതുപോലെ പലിശരഹിത സാമ്പത്തിക വ്യവസ്ഥകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിക ബാങ്കിങ്ങിനെ, അതുപോലെ തവക്കൽ ചെയ്യുക, അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക, തൻ്റെ ആവശ്യങ്ങളെ എന്തിനും ഏതിനും സാമ്പത്തിക സ്ഥാപനങ്ങളെ സമീപിക്കാതെ ഒരു പരിധിവരെ അള്ളാഹുവിൽ തവക്കൽ ചെയ്തുകൊണ്ട് കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ പരിശീലിക്കുക. മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പൊതുസമൂഹത്തിലും മൊത്തത്തിലും സാരമായി ബാധിച്ചിരിക്കുന്ന ഈ പലിശാധിഷ്ഠ സാമ്പത്തിക വ്യവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളാഹു നമ്മെ തുണക്കട്ടെ. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.